കാസർഗോഡ് മഞ്ചേശ്വരം ബോർക്കാടിയിൽ അമ്മയെ അടിച്ചു കൊന്ന് കത്തിച്ചതെന്ന് പ്രതി മെൽവിന്റെ മൊഴി. വീടും സ്ഥലവും സ്വന്തം പേരിലേക്ക് എഴുതി നൽകാത്തതാണ് അമ്മയെ കൊലപ്പെടുത്താനുണ്ടായ കാരണം. പ്രതിയുമായി നടത്തിയ തെളിവെടുപ്പിൽ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുത്തു. ഇന്നലെ പുലർച്ചെ 5:30-യോടെയാണ് ക്രൂര കൊലപാതകം നടന്നത്. അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ബന്ധുവായ സ്ത്രീയെ വിളിച്ചു വരുത്തി ആക്രമിച്ചു. ആക്രമണത്തിനിരയായ ലോലിറ്റ അയൽവീട്ടിൽ അഭയം ചോദിച്ചെത്തിയപ്പോഴാണ് നാട്ടുകാർ വിവരമറിയുന്നത്. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ വീടിന് പിറകിലെ വിറകുപുരയുടെ സമീപത്തെ കുറ്റിക്കാട്ടിൽ ഫിൽഡയുടെ മൃതദേഹം കണ്ടെത്തി. ഭാഗികമായി പൊള്ളലേറ്റ മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകളുമുണ്ടായിരുന്നു. വീടിനകത്തും പരിസരത്തും രക്തക്കറയും. അപ്പോഴേക്കും കൊലയാളി കടന്നുകളഞ്ഞു. മെൽവിൻ വജ്രപ്പള്ളയിൽ വെച്ച് ഓട്ടോയിൽ കയറിയെന്നും പിന്നീട് മംഗളൂരുവിലേക്ക് കടന്നെന്നും പോലീസ് സ്ഥിരീകരിച്ചു. പിന്നാലെ ഫോൺ സിഗ്നൽ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചു. പ്രതിയുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്ന പോലീസ് കൊല്ലൂരിൽ നിന്നും മെൽവിനെ അറസ്റ്റ് ചെയ്തു. കൊല്ലൂരിലെ ചെങ്കൽ ക്വാറിക്ക് സമീപത്തു നിന്ന് പിടികൂടിയ കൊലയാളിയെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. അമ്മ ഫിൽഡയുടെ പേരിലുള്ള വീടും സ്ഥലവും മെൽവിന്റെ പേരിലേക്ക് എഴുതി നൽകാൻ ഇയാൾ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു. മിക്ക ദിവസങ്ങളിലും രാത്രി മദ്യപിച്ച് വീട്ടിലെത്തുന്ന മെൽവിൻ സ്വത്തിനെ ചൊല്ലി അമ്മയുമായി വഴക്കുണ്ടാക്കുമായിരുന്നു. സംഭവ ദിവസം മദ്യപിച്ചെത്തിയ പ്രതി അമ്മയെ മർദ്ദിച്ചുവെന്നാണ് പോലീസിന് നൽകിയ മൊഴി. വടികൊണ്ടുള്ള അടിയിൽ ഫിൽഡയുടെ ബോധം പോയി. മരിച്ചെന്നുറപ്പിച്ചതോടെ മൃതദേഹം കത്തിച്ചെന്നും പ്രതി വെളിപ്പെടുത്തി. വിവാഹം കഴിക്കാനും അതിനുശേഷം ഗൾഫിലേക്ക് പോകാനും മെൽവിൻ പദ്ധതിയിട്ടിരുന്നു. ഇതിനായി സ്വത്ത് കൈക്കലാക്കി ബാങ്കിൽ നിന്ന് വായ്പയെടുക്കാനായിരുന്നു ഇയാളുടെ ശ്രമം. ഫിൽഡ ഇതിന് വിസമ്മതിച്ചതാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സ്വത്ത് മെൽവിന്റെ പേരിൽ എഴുതി നൽകാതിരിക്കാൻ ഫിൽഡയ്ക്ക് പിന്തുണ നൽകിയതാണ് ലോലിറ്റയോടുള്ള പകയ്ക്കു കാരണം. തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.